ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അധികം പച്ചക്കറി കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട, കുറച്ച് മതി. അത് വെച്ചിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം കേട്ടോ. എന്തിൻ്റെ കൂടെ നമുക്കത് കഴിക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു വലിയൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, വലുതാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വലിയൊരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീൻസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പയറാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബീൻസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ കുറച്ച് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുരുമുളക് പൊടി ഇടാനുള്ളതാണ്. അതുപോലെ ഒരു ടീസ്പൂൺ നിറയെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഉപ്പ്, ഈ ഒരു പച്ചക്കറിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പച്ചക്കറി ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചട്ടിയിൽ തന്നെ കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു 4-5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റാണ് നമുക്കിതിൽ വേകാൻ കുറച്ച് നേരം പിടിക്കണം കേട്ടോ, അല്ലാത്തൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മുറിച്ചൊക്കെ ഒന്ന് നോക്കുക കേട്ടോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം മസാല ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുത്തലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണ് കേട്ടോ, അതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം ഇപ്പം മതിയിട്ട് നമുക്ക്. ഇനി വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇതിക്ക് വേണ്ടത് നമുക്ക് ഗ്രീൻ പീസാണ്, പട്ടാണിക്കടല വേവിച്ചെടുത്തതാട്ടോ കുക്കറിൽ. ഒരു ഇത്തിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. കാരണം പിന്നെ ഇതിലേക്ക് ഉപ്പ് പിടിക്കാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടെ നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു പട്ടയും ഒരു ഏലക്കായും ഒരു ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് നമുക്ക് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള കുരുമുളക് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൊണ്ട് കേട്ടോ, എരിവ് കൂടും. അപ്പോൾ എനിക്ക് ഇത് ഇനി അവസാനം നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാണ്ട്, അപ്പം രണ്ടും കൂടെ ഇട്ടപ്പോൾ പാകമായിരുന്നു കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ച തേങ്ങയാണ്, അതാണ് ഇത്രയും കളർ കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ആ ഒരു മിക്സി ഒന്ന് കഴുകിയിട്ട് ഒന്നും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ചൂടുവെള്ളമൊന്നും വേണ്ട, അതൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് എന്താ വെച്ചാൽ അധികം തിളപ്പിച്ചെടുക്കാൻ തേങ്ങ അരച്ചാൽ പറ്റില്ല കേട്ടോ. എങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ആ ഒരു പട്ടയും ഗ്രാമ്പും അതൊക്കെ ഇട്ടതല്ലേ, അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്യാം. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് 2 പ്രാവശ്യമാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, കരിഞ്ഞു പോകരുത്. ആ ഒരു ചെറിയ തീയിലിട്ടിട്ടാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ ഒരു വെള്ളമായിട്ട് നിൽക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കുറുമയുടെ ഒരു അതാണ്, കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവട്ടെ. നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ പിന്നീട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ കണ്ടില്ലേ, ഇത് പാലപ്പത്തിൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് പാലപ്പം, അപ്പം, പുട്ടിനടക്കം ഇത് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു വെജിറ്റബിൾ കുറുമ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.